ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെസിമൽ പോയിൻ്റ്, അതായത് പോയിൻ്റുള്ള നമ്പേഴ്സിനെ 10, 100, 1000, 10000 ഇതൊക്കെ വെച്ച് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, അതായത് ഗുണനവും ഹരണവുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 10 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അതായത് ഗുണിക്കേണ്ടത്. 10ൽ എത്ര പൂജ്യമുണ്ട്? ഒരെണ്ണം. അപ്പോൾ നമ്മൾ ഈ പോയിന്റിനെ ഒരു തവണ വലത്ത് വശത്തേക്ക് മാറ്റുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഗുണിക്കുമ്പോൾ വലത്ത് വശത്തേക്കാണ് പോയിന്റിനെ മാറ്റേണ്ടത്. അപ്പോൾ 3.245 എന്തായി മാറുന്നു? 32.45 ആയി മാറുന്നു. ഇതേ ക്വസ്റ്റിനെ തന്നെ ഇൻറ്റു 100 ആണെങ്കിലോ? 100ൽ 2 പൂജ്യമാണുള്ളത്. അപ്പോൾ പോയിന്റിനെ 2 തവണ വലത്ത് വശത്തേക്ക് മാറ്റുക. 324.5 ആണ് ആൻസർ. ഇതേ ക്വസ്റ്റിനെ തന്നെ 1000 വെച്ച് ഗുണിച്ച് നോക്കാം. 3 പൂജ്യമുള്ളത് കൊണ്ട് പോയിന്റിനെ 1, 2, 3, അതായത് 3 തവണ മാറ്റുമ്പോൾ 3245 പോയിന്റ് എന്ന് വരും. പോയിന്റ് കഴിഞ്ഞ് ഒന്നുമില്ലെങ്കിൽ അതിനർത്ഥം ഈ പോയിന്റിൻ്റെ ആവശ്യം ഇവിടെയില്ല. അപ്പോൾ ഈ നമ്പറിനെ ഒന്നെങ്കിൽ 3245.0, അതായത് പോയിന്റ് കഴിഞ്ഞ് 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3245 എന്ന് വെറുതെ എഴുതാം. ഇതിനെ തന്നെ 10000 വെച്ച് ഗുണിച്ച് നോക്കാം. അപ്പോൾ പോയിന്റ് എത്ര വട്ടം മാറ്റണം? 4 വട്ടം. ഒരു വട്ടം മാറ്റുമ്പോൾ ഇവിടെ എത്തും, രണ്ടാമത്തെ വട്ടമാകുമ്പോൾ ഇവിടെ എത്തും, മൂന്നാമത്തെ വട്ടമാകുമ്പോൾ എങ്ങനെ വരും? 3245 പോയിന്റ് എന്ന് വരും. ഇനി ഒരു വട്ടം കൂടി മാറ്റണമല്ലോ. അങ്ങനെ മാറ്റാൻ സ്ഥലമില്ലെങ്കിൽ നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 32450 ആണ് ആൻസർ. ഇതിനെ തന്നെ വേണമെങ്കിൽ 0.0 എന്നുകൂടെ എഴുതാം. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 0.3 × 1000 പോയിന്റിനെ എത്ര വട്ടം മാറ്റണം? ഇവിടെ 3 പൂജ്യമുള്ളത് കൊണ്ട് 3 വട്ടം വലത്ത് വശത്തേക്ക് മാറ്റണം. ഒരു വട്ടം മാറ്റുമ്പോൾ ഇത് 03 പോയിന്റ് എന്നായി. ഇനി 2 വട്ടം കൂടി മാറ്റണം അല്ലേ? ഇനി 2 വട്ടം കൂടി മാറ്റാൻ പറ്റാത്തത് കൊണ്ട് 2 പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ 0300 എന്നായി. 0300 എന്ന് പറഞ്ഞാൽ 300 തന്നെയാണ്. വേണമെങ്കിൽ ഇതിനെ 300.0 എന്നെഴുതാം. കാരണം എന്താ? പോയിന്റ് കഴിഞ്ഞ 0 ആണെങ്കിൽ ആ 0ന് വിലയൊന്നുമില്ല. ഇനി നമുക്ക് ഡിവിഷൻ, അതായത് ഹരണം നോക്കാം. 324.5 ഡിവൈഡഡ് ബൈ 10 ആണെന്നിരിക്കട്ടെ. ഡിവിഷന് നമ്മൾ പോയിന്റിനെ ഇടത്തേക്കാണ് മാറ്റേണ്ടത്. ഇവിടെ ഒരു 0 ആയതുകൊണ്ട് ഒരു വട്ടം പോയിന്റ് ഇടത്തേക്ക് മാറ്റുക. അപ്പോൾ 32.45 ആയി. ഇതേ ക്വസ്റ്റ്യന് തന്നെ ഡിവൈഡഡ് ബൈ 1000 ആണെന്നിരിക്കട്ടെ. അപ്പോൾ പോയിന്റ് 3 വട്ടം ഇടത്തേക്ക് മാറ്റണം. ഒരു വട്ടം മാറ്റുമ്പോൾ ഇവിടെ വരും, രണ്ടാമത്തെ വട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ, മൂന്നാമത്തെ വട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ. അപ്പോൾ 0.3245. പോയിന്റിന് മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ 0 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ 0.3245. അങ്ങനെയാണെങ്കിൽ 3.245 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നോക്കാം. പോയിന്റിനെ 2 വട്ടം ഇടത്തേക്ക് മാറ്റണം. പോയിന്റിനെ ഒരു വട്ടം ഇടത്തേക്ക് മാറ്റുമ്പോൾ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അതായത് 0.3245 എന്നായി. ഇനി ഒരു വട്ടം കൂടി ഇടത്തോട്ട് മാറ്റണമല്ലോ. അങ്ങനെ മാറ്റാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളൊരു 0 ഇട്ട് കൊടുക്കണം. പോയിന്റിനും ഈ നമ്പറിനും ഇടയിലാണ് 0 എഴുതേണ്ടത്, അല്ലാതെ പോയിന്റിൻ്റെ ഫ്രണ്ടിലല്ല 0 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 0.03245 എന്നായി. ഇനി ഈ പോയിന്റിന് ഫ്രണ്ടിൽ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. 0.03245. വേറെ ഒരെണ്ണം നോക്കാം. 0.04 ഡിവൈഡഡ് ബൈ 1000. 3 പൂജ്യമല്ലേ 1000-ന്? അപ്പോൾ 3 വട്ടം മാറ്റണമല്ലോ. ഒരു വട്ടം മാറ്റുമ്പോൾ എന്തായി? പോയിന്റ് ഇടത്തോട്ട് വന്നു, അതായത് 0.004 എന്നായി. ഇനി 2 വട്ടം കൂടി മാറ്റണമല്ലോ. അങ്ങനെ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ 2 പൂജ്യം എവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്? ഈ പോയിന്റിനും ഈ നമ്പറിനും ഇടയിൽ, ഇവിടെ. അതായത് എങ്ങനെ വന്നു? 0.00004. പോയിന്റിന് ഫ്രണ്ടിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 0.00004. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മറ്റ് വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ.